ഹായ്, ഇന്ന് നമുക്ക് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാം. ആദ്യം മാമ്പഴം പഴുത്ത മാമ്പഴം കേട്ടോ, തൊലി കളഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് നല്ലോണം വേവിച്ചെടുക്കാം. അതിലേക്ക് ശർക്കര ഉരുക്കി പാനിയാക്കിയത് അരിച്ച് പാരണം. എന്നിട്ട് അതൊന്ന് കുറുകി സെറ്റായി വരുമ്പോഴേക്കിനും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്നും കൂടെ തിളപ്പിച്ച് കുറുക്കണം. എന്നിട്ട് തേങ്ങ ചിരകിയതും അതിലേക്ക് ഒരു നുള്ള് മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കട്ടത്തൈര് എന്നിവ ചേർത്ത് നല്ലോണം വെണ്ണ പോലെ അരച്ചെടുക്കണം. അത് നമ്മൾ ഈ കുറുക്കി വെച്ച പാനിക്ക് മാമ്പഴമൊക്കെ കുറുക്കി വെച്ചില്ലേ, ശർക്കരയൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് പാരണം. എന്നിട്ട് നല്ലോണം തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. മാമ്പഴ പുളിശ്ശേരി നല്ലോണം നീണ്ടു പോകരുത്, ഒന്ന് കുറുകി പാകത്തിൽ ഒരു പാത്രത്തിൽ ഒഴിച്ച് അവിടെ കിടക്കണം. അപ്പോൾ ആ തക്കത്തിൽ കുറുക്കിയിട്ട് ഇതാക്കണം. പിന്നെ അത്രയേ ഉള്ളൂ. അത് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ മാമ്പഴ പുളിശ്ശേരി റെഡി. ഇനി നമുക്ക് അതിലേക്ക് വറവിടാം. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കടുകും ഉലുവി ചുവന്ന മുളകും കറിവേപ്പിലയും ചേർത്ത് വറവിടണം. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ മാമ്പഴ പുളിശ്ശേരി. ബായ്.